ഹായ് എവരിവൺ, എ വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നില്ല, കുറച്ച് ബിസി ആയിപ്പോയി. ഞാനിപ്പോൾ പാലക്കാടാണുള്ളത്. ഇവിടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഓഫ് ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേറ്റ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, ഏട്ടനെ കാണാനില്ലല്ലോ എന്ന്. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ ഫ്രണ്ട്സിനൊപ്പം ഒരു ടൂർ പോയേക്കുവാണ്. ഞങ്ങളെ കൊണ്ടുപോയില്ല. സോ സാഡ്. പതിപോലെ ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിടക്കുന്ന എഴുന്നേറ്റുകൊണ്ട് പല്ല് തേക്കാതെയാണോ വെള്ളം കുടിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. യെസ്, പക്ഷേ തലേ ദിവസം പല്ല് തേച്ചിട്ടൊക്കെ വേണം കിടക്കാൻ കേട്ടോ. മോർണിംഗ് വിത്തൗട്ട് ബ്രഷിങ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മളുടെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ ആ സമയത്തുള്ള നമ്മുടെ മൗത്തിനകത്തുള്ള ബാക്ടീരിയാസൊക്കെ നമ്മുടെ ഗട്ടിന് വളരെ നല്ലതാണ്. അമ്മയും അച്ഛനും ഒക്കെ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ ചായ ഇവിടെ റെഡിയായി സെറ്റാണ്. ഓഫായതുകൊണ്ട് ഞാൻ കുറച്ചധികം ലേറ്റായിട്ടാണ് എണീറ്റത്. ചായ ഇപ്പോഴത്തേക്കും തണുത്ത് നമുക്കൊന്ന് ചൂടാക്കി കുടിക്കാം. വിക്കിയുടെ ഏട്ടൻ്റെ മോനൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങി. വാമിയുടെ ചെറിയ ഒരു അനക്കം കേട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും വാമി ദേ ഉണർന്ന് കിടപ്പുണ്ട്. അങ്ങനെ അവളെയും തൂക്കിപ്പെറുക്കി എടുത്തുകൊണ്ട് ഞാൻ അവളെ ഒന്ന് ഫ്രഷ് ആക്കാൻ കൊണ്ടുപോവാണ്. വാമിക്ക് നൈറ്റ് മാത്രം ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇത് ലവ് ലാപ്പിൻ്റെ സുപ്രീം പാൻ ഡയപ്പേഴ്സ് ആണ്. ഇത് വളരെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, ഒരു ക്ലോത്ത് ഫാബ്രിക് ആയിട്ടാണ് വരുന്നത്. വളരെ സ്ട്രെച്ചബിൾ ആണ്. 5 ലെയർ സൂപ്പർ ലൈറ്റ് കോർ ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സുപ്പീരിയർ അബ്സോർബൻസി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഏകദേശം ഒരു 12 ഹവർ പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നുണ്ട്. എബൌട്ട് 10 മില്യൺ പോർസോട് കൂടിയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇത് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ബ്രീത്തബിലിറ്റിയും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് അലോവേര ലോഷൻ ഫോർ റാഷ് പ്രിവെൻഷൻ. കോട്ടൺ ലൈക്ക് ടോപ്പ് ആൻഡ് ബാക്ക് ഷീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയുടെ തൈസിലൊക്കെ നല്ല ഫിറ്റായിരിക്കാനായിട്ട് ഒരു പ്രീമിയം ലെയറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയപ്പർ ഫില്ലാകുമ്പോഴത്തേക്കും ബ്ലൂ ലൈൻ കാണിക്കാനായിട്ട് ഇവിടെ ഒരു സൂസോമീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ഹൈജീനിക് ഡിസ്പോസലിനായിട്ട് ഒരു ഡിസ്പോസൽ ടാപ്പ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഠോരമായിട്ടുള്ള പല്ല് തേപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് മടക്കിയെടുക്കുവാണ്. രാവിലെ ആകുമ്പോൾ തന്നെ വാമിയുടെ പരാക്രമങ്ങൾ, അതായത് ഗെയിംസും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും മുടിയൊക്കെ വല്ലാത്ത ഒരവസ്ഥയിലാവും. അതുകൊണ്ട് വാമിയുടെ ഹെയർ എപ്പോഴും ഞാൻ 2 സൈഡ് പിന്നി മടക്കി കെട്ടാറാണ് പതിവ്. അച്ഛൻ ഇവിടെ ചെടികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ലോണം ചെടികളൊക്കെ വളർത്തിയിട്ടിട്ടുണ്ട്. നല്ലോണം പൂക്കളൊക്കെ ഉള്ള റോസാപ്പൂക്കളും അതുപോലെ തെച്ചിയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്.
ഈ തുണിയിലൊക്കെയാണ് കേട്ടോ ഇവിടെ ഇഡ്ഡലി അമ്മ ചെയ്യാറ്. നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നല്ലൊരു ക്ലീൻ ക്ലോത്ത് ഇട്ടാണ് ഇവിടെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വയ്ക്കാറ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. ഇവിടുത്തെ ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞിട്ട് വാമി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്, അതായത് വിക്കേട്ടൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ കൂടെ ഇരുന്ന് ഇടിയപ്പം കഴിക്കുവാണ്. അവിടെ ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ കറിയും ചോറുമാണ്. അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷനാണ് ഞാനിനി. സൺഡേ എപ്പോഴും ഫുഡിങ് ഡേ, പിന്നെ ലോണ്ട്രി ഡേ, അതുപോലെ ക്ലീനിങ് ഡേ, പിന്നെ വീക്കെൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഔട്ടിങ്ങിന് പോകുമായിരുന്നു. ഇത്ര മാത്രമാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫ് ഡേയ്സ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണിയായപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് കഴിച്ചു തുടങ്ങി. വാമിത ഇവിടെ കൂടെ ഓടി ഓടി ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ചിക്കനൊക്കെ അച്ഛൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ചിക്കൻ റെഡിയാക്കാനുള്ള സമയമാണ്. ചിക്കൻ റെഡിയായി, ബിരിയാണി റെഡിയായി, സാലഡ് റെഡിയായി, പിന്നെ കടി വെച്ച് ചിക്കനും റെഡിയായി, എൻ്റെ ബാട്ട് ഹോട്ടലും റെഡിയായി, പിന്നെ കടിയും റെഡിയായി. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫുഡ് കഴിക്കലും കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ഇനി കുറച്ച് ലോണ്ട്രിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യണം. ഇത് ആമസോണിൽ നിന്ന് മേടിച്ച നല്ല ക്യൂട്ട് ബാസ്ക്കറ്റ്സ് ആണ് കേട്ടോ. ഇത് ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ ഇത് സ്റ്റാൻഡായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല രസമുണ്ട് കാണാൻ. ഈവനിങ് ഒരു ചായ നിർബന്ധം. കുട്ടികൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുവാണ്. അച്ഛനിവിടെ അച്ഛൻ്റെ ബൈക്ക് കഴുകുന്ന ഒരു തിരക്കിലാണ്. ഞാൻ എൻ്റെ ഒരു സ്കൂട്ടിയും കഴുകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടും തെറ്റിയില്ല. അച്ഛൻ്റെ കഴുകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്കൂട്ടിയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഹോം മെയ്ഡ് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ബർഗർ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ബർഗർ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. മൂക്കുകുത്തി താഴെ വീണിരിക്കുന്നു. അങ്ങനെ ചുണ്ടത്ത് ചെറിയൊരു സീരിയൽ ബൾബ് കത്തിയതുപോലെ ഉണ്ടായിരുന്നു. ബൾബ് കത്തി കിടക്കുന്നത് മാടക്കൂട്ടനെയാണ്. അങ്ങനെ വാമിയുടെ സങ്കടമൊക്കെ മാറ്റിയിട്ട് വാമിയെ ഒന്ന് ഫ്രഷ് ആക്കാൻ ഞാനിവിടെ കൊണ്ടുവന്നു. ഡിന്നറിന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ് ഡേയും കൂടി ആയതുകൊണ്ട് റൂം കുറച്ച് വൃത്തികേടായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുവാണ്. വാമിയുടെ ഈ ഒരു പിക്ചർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. വലിയൊരു ഫോട്ടോ ഫ്രെയിമാണ്. നൈറ്റ് വാമി ഞാനും അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. കുട്ടികളെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഊട്ടുക. വാമി ഇന്ന് വീഴ്ചയുടെയൊക്കെ ടയർഡ്നെസ് കൊണ്ട് വാമി നേരത്തെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.